സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട പണിയാണ്. അത് കാഫിരീങ്ങളെടുത്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ എസൻസ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ലാബിൽ പരിശോധിക്കുന്നത് നിരീശ്വരവാദി അല്ലെ, മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ നിരീശ്വരവാദി. അവർക്ക് എങ്ങനെയാണ് ഹക്ക് മനസ്സിലാക്കാൻ കഴിയുക? എത്ര അത്ഭുതങ്ങളാണ് ടെലസ്കോപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ മൈക്രോസ്കോപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് നോക്കുന്നത്. ബോഡി സെല്ലുകൾ അല്ലെ, ചെടികളുടെ സെല്ലുകൾ, അതിന്റെ ന്യൂക്ലിയസ്, അതിന്റെ സെറിബെല്ലം, എന്തെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ. കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും എത്ര അത്ഭുതങ്ങളാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ മുഴുവനും. മെഡിസിൻ നമ്മുടെ മക്കളാണ് പഠിക്കേണ്ടത്, അതിലാണ് അത്ഭുതങ്ങൾ കിടക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി തരാൻ ഇതിലും വലിയ മാർഗം വേറെയുണ്ടോ? നിങ്ങൾ ഭൂമിയിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നല്ലേ ചോദിക്കുന്നത്. അത് ആര് പടച്ചു എന്ന് മാത്രം പറഞ്ഞു കൊടുക്കൂല നമ്മുടെ സ്കൂളുകളിൽ. എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് മാത്രം പറയില്ല. ഹൗ ഈസ് ഇറ്റ് ഫങ്ഷനിങ് ഇത്രേ പറയുള്ളൂ. ഇത് എങ്ങനെയാ നടക്കണത് എന്ന് ഇങ്ങനെ പറയും. എങ്ങനെ, ആര് നടത്തുന്നു, എങ്ങനെ ഇത് സംഭവിച്ചു? ഒരു പേന വീഴണമെങ്കിൽ അവിടെ ഒരാൾ വീഴ്ത്തണം അല്ലേ? ഒരു ശബ്ദം വേണമെങ്കിൽ അവിടെ ഒരു ചലനം ആവശ്യമാണ്. അങ്ങനത്തെ ഏറ്റവും ബേസിക് ലോജിക് മനസ്സിലാക്കുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് ഉണ്ടായി എന്ന് പറയണമെങ്കിൽ എത്ര വലിയ മണ്ടത്തരമാണ് ആ വിളിച്ചു പറയുന്നത്. അല്ലാഹു തആല പറയാൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഇതൊന്നും പോരെ നിങ്ങൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ചറിയാൻ? മഹാനായ ഡോക്ടർ സഗലൂൽ അൻ-നജ്ജാർ എന്ന് പ്രഗത്ഭനായ ഒരു വലിയ പണ്ഡിതനാണ്, ഈജിപ്തുകാരനാണ്. ബഹുമാനപ്പെട്ടവർ ഒരുപിടി വിഷയങ്ങൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരുപിടി പഠനങ്ങൾ സയന്റിഫിക് ആയിട്ട് വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ വോള്യൂംസ് ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ രചിച്ചു കഴിഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞു. അദ്ദേഹം UK-യിൽ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ പ്രൊഫസറായി. പക്ഷെ അദ്ദേഹം വലിയ ആലിമാണ്. ഭൗതിക ജ്ഞാനത്തിൽ ഫിസിക്സ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റാണ്. മറ്റെല്ലാ വിഷയങ്ങളും പഠിച്ച് വോള്യം കണക്കിന് ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അറബി അറിയുന്ന ആളുകൾക്ക് അത് കഴിയും, അറബി അറിയാത്ത ആളുകൾക്ക് അതിന്റെ ട്രാൻസ്ലേഷനൊക്കെ നടക്കേണ്ടതുണ്ട്. നടക്കും ഇൻഷാ അല്ലാഹ് വഴിയെ. പക്ഷേ അത് അത് രചിക്കപ്പെട്ടുള്ളത് അറബിയിലാണ്. ഭയങ്കര അത്ഭുതങ്ങളാണ്. ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് വെച്ചാൽ അറബി നമ്മൾ പഠിച്ചേ പറ്റൂ. അത് എനിക്ക് പറഞ്ഞതല്ല എന്ന് നമുക്കത് പറഞ്ഞു തന്നെ. നമ്മളാണത് ചെയ്യേണ്ടത്. നമ്മൾ അതറിഞ്ഞാൽ ഒരുപിടി വിഷയങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ശുദ്ധ ഖുർആനിന്റെ ആ ബ്യൂട്ടി, മനോഹാരിത അറബിയിലൂടെ അല്ലാതെ ഒരു ഭാഷയിലും അത് കിട്ടൂല. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പരിഭാഷയിൽ നിന്ന് വായിക്കുന്നതല്ല ശരിക്കും ഖുർആനിന് പോലും പരിഭാഷയില്ല. അങ്ങനെയാണ് നമ്മുടെ സമസ്തയുടെ ഉലമാ പോലും ഒരു കാലത്ത് ചൂടേറിയ ചർച്ചകൾ ചെയ്തിരുന്നു ഖുർആൻ പരിഭാഷപ്പെടുത്താൻ. പരിഭാഷയില്ല എന്നാണ്. പരിഭാഷപ്പെടുത്തിയാൽ പോലും ഖുർആനിന്റെ ആയത്തുകളുടെ ആശയങ്ങളുടെ പുനരാവിഷ്കരണം എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. നേരെ ഒരു മൊഴിമാറ്റം ഒരു ഭാഷയിലും അത് കഴിയില്ല എന്നാണ്. അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാ, നമ്മൾ പരിഭാഷ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് പരിഭാഷയല്ല. ആ കിട്ടുന്ന ആശയത്തെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് മാറ്റി എഴുതുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. നേരിട്ട് അള്ളാഹുവിന്റെ ആ വാക്കിനെ നേരെ ഒരു മൊഴിമാറ്റം ഒരു ഭാഷയിലും ചെയ്യാൻ കഴിയില്ല. അത്ഭുതമാണ്. സൂറത്തു ഖസസിൽ അല്ലാഹു തആല പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ, അങ്ങ് പറയുക നബിയേ, أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء فلا تسمعون قل أرأيتم إن جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون ومن رحمته جعل لكم الليل والنهار لتسكنوا فيه ولتبتغوا من فضله ولعلكم تشكرون. സൂറത്തുൽ ഖസസിൽ 72, 73, 71, 72, 73 ആയത്തുകളാണ്. ഖുൽ അറഅയ്തും, നിങ്ങൾ തന്നെ പറഞ്ഞു തരിൻ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളെ നിങ്ങൾ പറഞ്ഞു തരിൻ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമഹ്, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല രാത്രിയെ രാത്രിയാക്കി തന്നെ നിങ്ങൾക്ക് നിലനിർത്തിയാൽ, രാത്രി പിന്നെ പകലായി മാറാതിരുന്നാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാഇൻ ഫലാ തസ്മഊൻ,
അല്ലാഹു അല്ലാതെ ഏത് ഇലാഹിന് കഴിയും യഅതീകും ബിളിയാഇൻ നിങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? അഫലാ തസ്മഊൻ നിങ്ങൾ ശരിക്ക് കേൾക്കുന്നില്ലേ? പകലിലാണ് കേൾവി നടക്കുക, സംസാരം, ടെലിഫോൺ കോളുകൾ ഒക്കെ നടക്കുക പകലിലാണ് അല്ലെ. ബാങ്കുകാരൊക്കെ വെറുതെ വിളിക്കൂല, ക്രെഡിറ്റ് കാർഡ് വേണോന്ന് വെച്ചിട്ട് പകലേ വിളിക്കുള്ളൂ, രാത്രി വിളിക്കോ ഇല്ല. കാര്യമായ ഫോൺ വിളിയൊക്കെ നടക്കുന്നത് പകലിലാണ്, കാര്യമായ ചർച്ചകൾ നടക്കുന്നത് പകലിലാണ്. പകലിൽ കേൾവിക്ക് സാധ്യത കൂടുതലുള്ള നേരമാണ്. കാരണം കേൾക്കപ്പെടുന്നത് സംസാരങ്ങൾ, കോൺവെർസേഷൻസ്, ചർച്ചകൾ, ഡിസ്കഷൻസ് ഇതൊക്കെ നടക്കുക പകലിലാണ്. ആരാ പകല് കൊണ്ടുവരിക? നിങ്ങൾ കേൾക്കുന്നുണ്ടോ അള്ളാഹ് ചോദിക്കുകയാണ്. പകല് പറഞ്ഞിട്ട് കേൾവി എന്നാ പറയുന്നത്, കേൾക്കണില്ലേ? അള്ളാഹു ഇങ്ങോട്ട് രാത്രിയാക്കി വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് പകല് കൊണ്ടുവരും? ആരാ പകല് കൊണ്ടുവന്നുതരാ? പിന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞു തരിൻ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ പകലായി തന്നെ നിലനിന്നാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി, നിങ്ങൾക്ക് ആശ്വാസമായി കിടക്കത്തക്ക രാത്രി അല്ലാഹു അല്ലാതെ ആര് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും? അഫലാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്നില്ലേ? രാത്രി കാഴ്ച എന്ന് പറഞ്ഞ സാധനത്തെ അള്ളാഹു മറച്ചു വെക്കുന്ന നേരമാണ് രാവ്. ഇരുട്ടെങ്ങനെയാണ്? കാഴ്ചയെ മറച്ചു പിടിക്കുന്ന സമയമാണ് ഇരുട്ട്. അള്ളാഹു ചോദിക്കുക, നിങ്ങൾ കാണുന്നില്ലേ? ഇരുട്ടിനെ സംബന്ധിച്ച് പറഞ്ഞ് കാണുന്നില്ലേ? പകലിനെ സംബന്ധിച്ച് പറഞ്ഞ് കേൾക്കുന്നില്ലേ? ഭയങ്കരമായിട്ട് അള്ളാഹു രണ്ട് ആശയങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. അള്ളാഹു തആല അല്ലാതെ ആര് നിങ്ങൾക്ക് രാത്രിയും പകലും കൊണ്ടുവന്നു തരും?